KYC പ്രക്രിയ എന്നാൽ എന്താണ്? നോ യുവർ കസ്റ്റമർ എന്നതിന്റെ സംക്ഷേപമായ KYC ഏത് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലും ഒരു അക്കൗണ്ട് തുറക്കുന്നതിന്റെ ഭാഗമായുള്ള കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പദമാണ്. അതായത് നിർദ്ദിഷ്ട ഫോട്ടോ, ID കാർഡ്, ഉദാഹരണത്തിന് പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ വിലാസ തെളിവ് എന്നിങ്ങനെയുള്ള ഉചിതമായ പിന്തുണ രേഖകളിലൂടെയും ഇൻ പേഴ്സണൽ വെരിഫിക്കേഷനിലൂടെയും ഒരു നിക്ഷേപകന്റെ തിരിച്ചറിയലും വിലാസവും KYC സ്ഥിരീകരിക്കും. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവും അതിന് കീഴിലുള്ള ചിട്ടപ്പെടുത്തിയ വ്യവസ്ഥകളും ആന്റി മണി ലോണ്ടറിംഗ് സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ കോമ്പാറ്റിംഗ് ദി ഫിനാൻഷ്യൽ ഓഫ് ടെററിസം, ഓബ്ലിഗേഷൻ ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ് എന്നിവയിന്മേലുള്ള സെബിയുടെ മാസ്റ്റർ സർക്കുലർ പ്രകാരവും നിർബന്ധമായിട്ടും എല്ലാവരും ഫിനാൻഷ്യൽ അക്കൗണ്ട് എടുക്കുന്നവർ KYC അനുവർത്തിക്കണം. നോ യുവർ കസ്റ്റമർ അല്ലെങ്കിൽ KYC പൊതുവിൽ 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഭാഗം 1 എല്ലാ രജിസ്ട്രേഡ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറുകൾക്കും ഉപയോഗിക്കാനായിട്ട് സെൻട്രൽ KYC രജിസ്ട്രി നിർദ്ദേശിച്ചിരിക്കുന്ന നിക്ഷേപകന്റെ അടിസ്ഥാനപരവും ഏകീകൃതവുമായ KYC വിശദാംശങ്ങളാണ്, അതായത് യൂണിഫോം KYCയിൽ അടങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്, ഓഹരി ബ്രോക്കർ, നിക്ഷേപകരുടെ അക്കൗണ്ട് തുറക്കുന്ന ഡെപ്പോസിറ്ററി, പാർട്ടിസിപ്പന്റ് എന്നിങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി പ്രത്യേകമായി ആവശ്യപ്പെട്ടേക്കാവുന്ന, ഉദാഹരണത്തിന് IT റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ കോപ്പി, അതുപോലെ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് അഡീഷണൽ KYC വിവരങ്ങളായിട്ട് നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നത്.